ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിന് ശേഷം ഒട്ടേറെ താരങ്ങളുടെ വിപണി മൂല്യം കൂട്ടിയിട്ടുണ്ട്. ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ കണക്കുകളാണ് ഞാൻ പറയുന്നത്. അതിനനുസരിച്ച് സമീപകാല ലോകകപ്പിന് ശേഷം വിപണി മൂല്യത്തിൽ ഏറ്റവും കൂടുതൽ വർധനവുണ്ടാക്കിയ താരങ്ങളുണ്ട്. ആ താരങ്ങളുടെ പേരൊന്ന് നമുക്ക് നോക്കാം. അവരുടെ വിപണി മൂല്യം എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നുകൂടി നോക്കാം. എലിയറ്റ് ആൻഡേഴ്സൺ, ഇംഗ്ലണ്ടിൻ്റെ എലിയറ്റ് ആൻഡേഴ്സൻ്റെ ശമ്പളത്തിലുള്ള വർധനവ് ഉണ്ടായിരിക്കുന്നത്, അതായത് ഓഫറുകൾ വന്നിട്ടുള്ളത് 35 മില്യൺ യൂറോ. 3.5 കോടി യൂറോയുടെ വർധനവാണ് ശമ്പളത്തിൽ എലിയറ്റ് ആൻഡേഴ്സൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാമിന് അതേപോലെ തന്നെ ഓഫർ. അതും ജൂഡ് ബെല്ലിംഗ്ഹാമും ഇംഗ്ലണ്ടിൻ്റെ താരമാണ്. അദ്ദേഹത്തിന് 30 മില്യൺ യൂറോ ആണ്. അതായത് 3 കോടി യൂറോ ആണ് ഇവിടെ വർധന. 3 കോടി യൂറോ എന്ന് പറഞ്ഞാൽ പല മടങ്ങ് കോടികളാണ്, ശതകോടികൾ വരുന്ന കൂടുതലാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മൊറോക്കോയുടെ അയൂബ് ബുവൗദിക്കും 30 മില്യനാണ്. അതായത് 3 കോടി യൂറോയാണ് വർധനവായിട്ട് ശമ്പളത്തിൽ വരാൻ പോകുന്നത്. ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ അതേ പൈസ തന്നെയാണ്. സ്പെയിനിൻ്റെ ലാമിൻ യമാലിനെ നോക്കൂ. സ്പെയിനിൻ്റെ ലാമിൻ യമാലിന് 20 മില്യൺ യൂറോ ആണ് ശമ്പളത്തിൽ കൂടാൻ പോകുന്നത്. അതായത് 2 കോടി യൂറോ കൂടുന്നു. അതുപോലെ നോർവേയുടെ എർലിംഗ് ഹാലൻഡ് 2 കോടി യൂറോ, അതായത് 20 മില്യൺ യൂറോ കൂടുന്നു. അതുപോലെ തന്നെ കിലിയൻ എംബാപ്പെ, ഫ്രാൻസിൻ്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ 20 മില്യൺ യൂറോ, അതായത് 2 കോടി യൂറോ. പക്ഷേ ഈ 2 കോടി യൂറോ എന്നൊക്കെ പറഞ്ഞാൽ ശതകോടികളാണ്. അത് മനസ്സിലാക്കണം. ഇന്ത്യൻ രൂപപ്രകാരം ശതകോടികളാണ് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ ഫ്രാൻസിൻ്റെ അതിഗംഭീര മൈക്കൽ ഒലീസെ, ഗംഭീരനായ മിഡ്ഫീൽഡറാണ് മൈക്കൽ ഒലീസെ. ഏതാണ്ട് 5 അതിൽ കൂടുതൽ അസിസ്റ്റുകൾ ലോകകപ്പിൽ നേടിയ താരമാണ്, അസിസ്റ്റുകൾ ഉണ്ടാക്കിയ താരമാണ് മൈക്കൽ ഒലീസെ. മൈക്കൽ ഒലീസയുടെ ശമ്പളത്തിലും 20 മില്യൺ യൂറോയാണ്, അതായത് 2 കോടി യൂറോയാണ് കൂടുന്നത്. അതുപോലെ തന്നെ അർജന്റീനയുടെ ഹൂലിയൻ അൽവാരസ്, അർജന്റീനയുടെ സ്റ്റാർ സ്ട്രൈക്കറാണ് ഹൂലിയൻ അൽവാരസിൻ്റെ ശമ്പളത്തിലും 20 മില്യൺ യൂറോ കൂടുന്നു. 20 മില്യൺ, അതായത് 2 കോടി യൂറോ. ശതകോടികളാണ് ഇന്ത്യൻ മണി കൂടുന്നത്. അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ മോർഗൻ റോജേഴ്സിനും 20 മില്യൺ യൂറോ, 2 കോടി യൂറോ. അതുപോലെ സ്പെയിനിൻ്റെ പൗ കുബാസി, സ്പെയിൻ ലോകകപ്പ് നേടിയതിൽ പ്രധാനപ്പെട്ട നിർണായക പങ്കുവഹിച്ചിട്ടുള്ള യുവതാരമാണ്. ലോകകപ്പിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള അവാർഡ് നേടിയ കുബാസിയുടെ ശമ്പളത്തിലും 20 മില്യൺ യൂറോ കൂടും. അതായത് 2 കോടി യൂറോ ആണ് കൂടുന്നത്. ആലോചിച്ച് നോക്കൂ, എത്ര താരങ്ങൾ, 10 താരങ്ങളുടെയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അതിൽ കൂടുതലുണ്ട്, പക്ഷെ 10 താരങ്ങളാണ് ഇത്രയധികം 3.5 കോടി യൂറോയും 3 കോടി യൂറോയും 2 കോടി യൂറോയും ഒക്കെ കൂടുന്നത്. അതിഗംഭീരമായ ശതകോടികളാണ് കൂടുന്നത്. അതിന് ഒറ്റ കാരണമുള്ളൂ, അവരുടെ അധ്വാനം. ലോകകപ്പിൽ അവർ കാണിച്ചിട്ടുള്ള അതിഗംഭീരമായ മിടുക്ക്, ഈ മിടുക്ക് കൊണ്ടാണ് അവർക്കൊക്കെ ഇത്രയധികം ശമ്പളം കൂടിയിരിക്കുന്നത്.